നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. വെറുതെ എന്റെ നേരെ ചാടണ്ട. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടത്തി ഇവിടെ ഇല്ലായിരുന്നോ? നിങ്ങൾക്കാർക്കും അറിയില്ല ഏട്ടത്തി അനുഭവിക്കുന്ന വിഷമങ്ങൾ. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കുഴപ്പങ്ങളെ നേരിടാൻ കഴിയാതെ പാവം അമ്പലങ്ങൾ തോറും നടക്കുക. ഏട്ടത്തിയെ സങ്കടപ്പെടുത്തിയ നീയൊക്കെ അനുഭവിക്കും. അമ്മ ഈ പറയുന്നത് കേട്ടാലേ ഞാൻ എന്തോ അപരാധം ചെയ്ത പോലെ തോന്നേ. നിഖിലേട്ടനും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചു, കല്യാണവും തീരുമാനിച്ചു. പിന്നെ ഈ സ്വത്തിന്റെ പേരില് ഇവിടെ പവയങ്ങളും യതിയങ്ങളും തമ്മിലുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കേ ഞാൻ എന്ത് മറുപടി പറയാനാ? ഈ കല്യാണത്തിന് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ സമ്മതിച്ചത്. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞതുകൊണ്ടും ഏട്ടത്തി അതിന് അനുകൂലമായതുകൊണ്ടുമാ ഞാൻ ഇതിന് സമ്മതിച്ചത്. ഇനി നിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോ ഏട്ടത്തിക്കുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നടക്കുക, അതിനിടയ്ക്കാ വഴക്കും വക്കാണോ ഒക്കെ. സുമംഗലേടത്തി ഒരു വാക്കു പറഞ്ഞാ അതിനെ ധിക്കരിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീയും നിഖിലും തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് നടത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാ. അത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതുവാ. കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഏട്ടത്തി ചോദിച്ചപ്പോ കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു മാറ്റ കല്യാണത്തിന് വലിയ ആഡംബരങ്ങളൊക്കെ വേണമെന്ന് ഞാനും ചോദിച്ചതാ. അത്രേ ഉള്ളൂ. എല്ലാരും കൂടി ഹൽദിയും മെഹന്തിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞതാ ഞാൻ എതിരൊന്നുമല്ല. പക്ഷെ ആ പേരും പറഞ്ഞ് പണ്ടത്തെ പോലെ കല്യാണവും നടത്തി അതിന്റെ പേരും പറഞ്ഞ് എന്റെ ഏട്ടത്തിയുടെ സ്വത്ത് മുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനായിട്ട് തന്നെ കല്യാണം നടത്താം. അതിനി എന്ത് ചെലവ് വന്നാലും അതിനെ ഞാനായിട്ട് തന്നെ നേരിട്ടോളാം. അതിന് അമ്മയുടെ കയ്യിൽ എവിടുന്ന കാശ്?